നമ്മൾ റെട്രോ അതിനാളെ പടം കണ്ടു. അടിപൊളിയായിരുന്നു. എങ്ങനെ സൂര്യൻ്റെ കംബാക്ക് എന്ന് പറയാൻ പറ്റുമോ? എനിക്കൊന്നും പറയാറിയില്ല. വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഫ്രണ്ട്സ് വാ നമുക്ക് പോവാ സൂര്യൻ്റെ സിനിമ പോവാ വെറുതെ ഇരിക്കല്ലോ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ റെട്രോ കണ്ട എൻ്റെ അഭിപ്രായം, ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാണ്ട് കണ്ട എൻ്റെ അഭിപ്രായം. സിനിമ എന്താ പറയുക, ഈ സിനിമേൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതിൻ്റെ പ്രൊമോഷൻ രീതിയാണ്. ഈ സിനിമയിൽ ഒരിക്കലും 20 ആക്ഷൻ സീൻ ഉണ്ടെന്ന് എന്താ പറയേണ്ട, അതാ കാർത്തിക് സുബ്രാജ് പറഞ്ഞാണോ അറിയില്ല, പക്ഷെ അത് ആര് പറഞ്ഞാണ് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. എന്താ വെച്ചാൽ ഇതിലെ ആക്ഷൻ സീൻസൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് എന്താ മാർഷ്യൽ ആർട്സൊക്കെ കലർന്ന വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈലാണ് ഇതിൽ പിടിച്ചിട്ടുള്ളത്. ചില സ്ഥലത്ത് അത് ചെറുതായിട്ട് പാളിപ്പോയിട്ടുണ്ട്, ചില സ്ഥലത്ത് അടിപൊളിയായിട്ട് വന്നിട്ടുമുണ്ട്. ആ സൂര്യ ചെയ്തത് പാളിപ്പോയതല്ല, അത് ടൈമിങ്ങിലാണെങ്കിലും ക്യാമറ വർക്കിലാണെങ്കിലൊക്കെ ചെറിയ പാളിച്ചകൾ ഫൈറ്റ് സീനിൽ എനിക്ക് തോന്നി. അതുമാത്രമാണ് ഈ സിനിമയിൽ എനിക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നിയത്. അതായത് ക്യാമറ വർക്ക് കുറച്ചുകൂടി അടിപൊളിയാക്കായിരുന്നു. എന്താ പറയുക, കുറച്ചുകൂടി ഇമ്പാക്റ്റ് കൊടുക്കുന്ന ഒരു ആൾക്കായിരുന്നു. അടിയൊക്കെ ഈ കുറച്ച് ഫസ്റ്റ് പേഴ്സൺ മോഡൽ ഈ കൾട്ട് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഇതിൽ, അല്ല റബ്ബർ കൾട്ട് പറഞ്ഞ ഒരു ഫൈറ്റ് ഉണ്ട്, ട്രെയിലർ കാണാൻ പറ്റും. ഈ കുറേ ചുവന്ന ഷർട്ടൊക്കെ ഇട്ടിട്ട് സൂര്യ അങ്ങനെ വരുന്നത്, അതൊരു ഫസ്റ്റ് പേഴ്സൺ മോഡിലാണ് കാണിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ ഈ സിനിമേൻ്റെ മറ്റൊരു പ്രശ്നം ഇതിൻ്റെ ജോണർ ഫസ്റ്റ് ഹാഫിലെ ജോണറല്ല, സെക്കൻഡ് ഹാഫിൽ. ഫസ്റ്റ് ഹാഫ് വരെ ഒരു കാർത്തിക് സുബരാജ് പടം, സെക്കൻഡ് ഹാഫിന് ശേഷം ഇതുവരെ വന്ന കാർത്തിക് സുബരാജ് പടങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു കാർത്തിക് സുബരാജ് പടം. അതായത് ഫസ്റ്റ് ഹാഫിൽ എന്താ ഒരു സിംഗിൾ ഷോട്ടൊക്കെ വെച്ച് അടിപൊളിയായിട്ട് ചെയ്ത സംഭവങ്ങളാണ്. സീരിയസ് ആയിട്ടൊക്കെ പടം നല്ല സീരിയസ് ആയിട്ട് സ്റ്റോറി ടെല്ലിങ് ചെയ്ത് ഒരു സ്ലോ പേസ് ആണെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയൊരു സബ്ജക്റ്റ്. സെക്കൻഡ് ഹാഫിൽ അത് പലർക്കും ആ ഒരു ഇൻട്രസ്റ്റിംഗ് പറഞ്ഞ സാധനം പോകും. അതായത് പലർക്കും ആ സിനിമ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നില്ല. പിന്നെ എനിക്ക് തോന്നി എന്താ വെച്ചാൽ ഞാൻ ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാണ്ട് പോയ ഒരാളാണ്. ഇതെങ്ങനത്തെ പടമാകുന്നത് എനിക്ക്, അതായത് ഒരു ആക്ഷൻ സീൻസൊക്കെ ഉള്ള ഒരു സിനിമ, എനിക്കിത് ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഇതൊരു ലവ് സ്റ്റോറി അങ്ങനെ ഒന്നും തോന്നിയില്ല. ഒരു സീരിയസ് അല്ലാത്ത ഇങ്ങനെ കുറച്ച് വിയേർഡ് ക്യാരക്ടേഴ്സുള്ള അങ്ങനത്തെ ഒരു സിനിമ ഉള്ള രീതിയിലാണ് ഞാൻ ഇത് കാണാൻ പോയത്. സെക്കൻഡ് ഹാഫിൽ അത് തന്നെ ട്രെയിലറിൽ നമുക്ക് കണ്ടപ്പോൾ എന്താണോ തോന്നിയത്, എനിക്കെന്താ തോന്നിയത് അതാണ് ഈ പടം പിന്നീട്. അതായത് ഇപ്പോൾ സൂര്യ ജോജു ജോർജിനെ കാണുന്ന ഒരു സീനുണ്ട്, അതിൽ എന്താ ഭയങ്കര ബീജമൊക്കെ ഇട്ട് മഴയത്ത് മൂപ്പരിങ്ങനെ നടന്നു വരിക ജയറാമിൻ്റെ ഒക്കെ കൂടെ. എന്നിട്ട് എന്താ പറയുക, എന്താ സംഭവം, പിന്നെ നമ്മൾ വിചാരിക്കും ജോർജിനോട് കിട്ടില്ല ഫൈറ്റ് ഉണ്ട്, ഡാഡി മൈ ഡാഡി കോമഡി സീനായിരുന്നു അത്. അങ്ങനെയാണ്, അതായത് ബിൽഡപ്പ് എടുത്ത് കോമഡി സീൻ, അത് മനഃപൂർവ്വമാക്കുന്നതാണ്, അത് അല്ലാണ്ട് അവർക്ക് ആയിപ്പോയതല്ല. കോമഡി, അതായത് ക്ലൈമാക്സിലാണെങ്കിൽ പോലും ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള സാധനം വരേണ്ട സ്ഥലത്ത് ഇവരതൊരു കോമഡി സീനാണ് അവിടെ കാണിച്ചുള്ളത്. ഈ സിനിമേൻ്റെ പേർപ്പസ് തന്നെ, അതായത് ഈ സിനിമേൻ്റെ പേർപ്പസ് സൂര്യൻ്റെ ക്യാരക്ടർ പാരിവേൽ കൃഷ്ണൻ മൂപ്പരെ ലൈഫിൻ്റെ പേർപ്പസ് എന്താണെന്ന് പറയുന്നതാണ്. അത് ലവ് ആണോ അതോ വയലൻസ് ആണോ അതോ ഒരു എന്താ സംഭവം അത് കാണിക്കുകയാണ്. എന്തുകൊണ്ടാണ് അയാൾക്ക് ചിരി വരാത്തത്, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, എന്തുകൊണ്ടാണ് അയാൾക്ക് ചിരി വരാത്തത്, അതൊക്കെയാണ് ഈ സിനിമയിൽ പറയുന്നത്. സോ ക്ലൈമാക്സിൽ ആ ചിരി, ആ ഒരു സംഭവമാണ് അത് ഫസ്റ്റ് തൊട്ട് നമുക്ക് അയാളുടെ അവസ്ഥയായിട്ട് കണക്റ്റ് ആയാൽ പിന്നീട് ക്ലൈമാക്സ് വരെ നമുക്കൊന്നും മോശമായിട്ടൊന്നും തോന്നില്ല. എനിക്ക് മോശമായി തോന്നിയില്ല ക്ലൈമാക്സ്. ചിലവർക്ക് ഓവറായിട്ട് തോന്നും, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു അങ്ങനെ തന്നെ എൻ്റെ, ബിക്കോസ് ആ ക്യാരക്ടറിന് വേണ്ടത് അതാണ്. ആ ക്യാരക്ടറിന് വേണ്ടത് അയാളെ ചിരിയാണ്. എന്തുകൊണ്ടാണ് അയാൾക്ക് ചിരിക്കാൻ കഴിയാത്തതെന്ന് അയാൾ തിരിച്ചറിഞ്ഞ് ആ പ്രശ്നം പരിഹരിക്കുന്നതാണ് ഈ സിനിമ. അത് വളരെ ഷോർട്ട് ടൈമിനുള്ളിലാണ് ആ ചെയ്യുന്നത്. അതുവരെ ഇങ്ങനെ ഒരു ലക്കും ലഗാനും ഇല്ലാണ്ട് പൂജയുടെ തന്നെ എന്താ പറയുക അവർ തമ്മിലുള്ള പ്രശ്നം സെറ്റിൽ ചെയ്യുന്ന അങ്ങനത്തെ ഒരു സിനിമയാണ് ആയിട്ടാണ് പോയത്. പിന്നെയാണ് ഇതിനൊരു മെയിൻ പർപ്പസ് വരുന്നത്. അപ്പോഴത്തേക്ക് സിനിമ കഴിയാനുമായി. ഈ സിനിമേൻ്റെ സ്ക്രിപ്റ്റ് കുറച്ചുകൂടി ഒന്ന് എന്താ പറയുക ടൈം എടുത്ത് നോക്കുകയാണെങ്കിൽ 7ാം അറിവ് ലെവൽ ഒരു പടം കാർത്തിക് സുബ്രാജിന് എടുക്കായിരുന്നു. കാർത്തിക് സുബ്രാജിന് കരിയർ ബെസ്റ്റ് സിനിമ ആക്കാൻ പറ്റിയൊരു സബ്ജക്റ്റ് തന്നെയാണ് റെട്രോ. എന്നാൽ അതിൽ ഒരു ബാഹുബലി ടൈപ്പ് അങ്ങനത്തെ ഒരു കഥ കൊണ്ടുവന്നു ലാസ്റ്റ്. അതാണ് കുറച്ച് ശ്രീകൃഷ്ണൻ്റെ കുറച്ച് റെഫറൻസൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു പരിപാടിയാക്കിപ്പോയി. രസമുണ്ട്, ബട്ട് കുറച്ചുകൂടി നന്നാക്കായിരുന്നു എന്ന് തോന്നിപ്പോയി. എനിക്കിഷ്ടപ്പെട്ടു, ബട്ട്
കുറച്ചുകൂടി നന്നാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഗംഭീര എക്സ്പീരിയൻസ് തന്നെ കിട്ടുമായിരുന്നു റെട്രോ. എന്താ പറയുക, സൂര്യൻ തന്നെ കരിയറിലെ ബിഗ്ഗസ്റ്റ് ബോക്സ് ഓഫീസ് കളക്ഷൻ കിട്ടുന്നൊരു സിനിമയാവുമായിരുന്നു റെട്രോ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. പിന്നെ സനേൻ്റെ സന്തോഷ് നാരായണൻ്റെ ബീജം ഒരു രക്ഷയില്ല. ഇപ്പോഴും ഒരു ബീജം പിന്നെ ടുൺ ടുൺ ടുടുൺ ടുടുൺ പറഞ്ഞിട്ടൊരു ബീജമുണ്ട്. എന്താ പറയുക, ഒരു സൂര്യ ഇങ്ങനെ വെറുതെ ഫസ്റ്റ് തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. സൂര്യ ഇങ്ങനെ നടന്നു വരുന്ന യൂട്യൂബിലുണ്ടാവും. ആ ഒരു സ്ഥലത്തെ ബീജമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് അടിപൊളിയായിട്ടുണ്ട്. ആ ബീജം വരുന്ന സീനൊക്കെ ഇടയിലാൻ. പിന്നെ വില്ലന്മാരാണെങ്കിൽ കുറച്ച് വിയേർഡാണ്, ഫണ്ണിയാണ്. അല്ലാണ്ട് ഭീകര വില്ലന്മാരൊന്നും നമ്മളെ ജോർജ് സാറിൻ്റെ മാതിരിയുള്ള വില്ലന്മാരൊന്നുമല്ല. കുറച്ച് വിയേർഡായിട്ടുള്ള കുറച്ച് ആൾക്കാരാണ്. രസം അങ്ങനെയാണ് പടം. എല്ലാവരും എക്സ്പെരിമെൻ്റൽ പടം കാണുന്ന രീതിക്ക് ഈ സിനിമ കാണാൻ പോയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അല്ലാതെ നമ്മൾ സ്ഥിരം കയറുന്ന ഒരു കൊമേഴ്ഷ്യൽ പടമല്ല. എല്ലാവരുടെയും ചായക്കപ്പല്ല ഈ സിനിമ. പിന്നെ പൂജായുടെ ആക്ടിങ് ഞാൻ പറയാനുള്ളത്, ഒരു സിനിമയിലും പൂജയുടെ ഓവറായിട്ട് അഭിനയിച്ച് ഞാൻ കണ്ടില്ല. ഞാൻ കണ്ട സിനിമയിലെ അതായത് ബീസ്റ്റിലാണെങ്കിലും അങ്ങ് വൈകുണ്ഠപുരത്താണെങ്കിലും ഈ രണ്ട് സിനിമയും ഞാൻ ഫസ്റ്റ് ഡേ പോയി കണ്ട ആളാണ്. ഇതും റെട്രോയും. ഇതിലൊന്നും ദേവയിലാണെങ്കിലും മറ്റേ നമ്മളെ മൂപ്പര ഷാഹിദ് കപൂറിൻ്റെ അതിലൊന്നും ഒരു ഓവർ ആക്ടിങ്ങും കാണിച്ചിട്ടുള്ള ഇല്ല. ഇതിലും നല്ല ആക്ടിങ് ആയിരുന്നു. ആകെ പാളിപ്പോയത് 36 തന്നെയാണ് മലയാളത്തിൽ തമിഴിൽ ഡബ് ചെയ്തത്. അത് കുറച്ചുകൂടി ഒന്ന് നന്നാക്കായിരുന്നു. തമിഴ് ഡബ് വേറെ ആരെയും കൊണ്ട് ചെയ്യിപ്പിക്കായിരുന്നു എനിക്ക് തോന്നിപ്പോയി. കുറച്ച് സ്ഥലത്ത് ഡയലോഗ് ഡെലിവറി ഒരു ഇമോഷണൽ സീനിൽ കുറച്ച് ഷോക്കായിട്ട് ഫീൽ ചെയ്ത്. പിന്നെ ജയറാം ഓവറായിട്ട് അഭിനയിച്ചിട്ടേ ഇല്ല, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കളിയാക്കിയല്ല, അടിപൊളിയായിട്ട്. മൂപ്പരെ ക്യാരക്ടർ ഒരു ചിരിപ്പിക്കുന്ന ഡോക്ടറാണ്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ട്രെയിലറിൽ കണ്ടത്. അല്ലാണ്ട് ഓവറാക്കുന്ന ഒരു സംഭവമല്ല. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും. ജയറാമാണ് എല്ലാവരും. ജോർജും അടിപൊളിയായിട്ട് എല്ലാ പരിപാടിയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ തിയേറ്ററിൽ പോയിട്ട് തന്നെ ഈ സിനിമ കാണാം. എന്താ പറയുക, കിഡിൽ എക്സ്പീരിയൻസ് ആണ്. പൈസ പോയി എന്ന് ഒരിക്കലും തോന്നില്ല. പക്ഷേ ഈ എക്സ്പെരിമെൻ്റൽ സിനിമ കാണാൻ ഇഷ്ടമില്ലാത്തവർക്ക് കണ്ട തന്നെയാണ് ഞാൻ പറയാം. എന്താ വെച്ചാൽ ഇത് മാസ് പടം മാത്രമല്ല, ഒരു കോമഡി രീതിയിലോട്ടൊക്കെ പോകുന്നൊരു സിനിമയാണ്. പിന്നെ എനിക്ക് സൂര്യൻ്റെ കംബാക്കാണ് ഈ സിനിമയിലൂടെ കാണാൻ പറ്റിയെന്ന് കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ റിവ്യൂ അവസാനിപ്പിക്കുന്നു. ടാറ്റ.